Hello, welcome to the video. This is the continuation of Unit 1, Module 3, Writing. Enriching English എന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ദ ഫോമാറ്റ് ഓഫ് എ ബിസിനസ് ലെറ്റർ. സോ ബിസിനസ് ലെറ്റർ നമുക്കറിയാം ഒരു ഫോർമാറ്റിൽ അധിഷ്ഠിതമായ ലെറ്ററാണ്. മീനിങ് ഇറ്റ്സ് എ ഫോർമൽ ലെറ്റർ ആൻഡ് ഇറ്റ് ഹാസ് ടു ഹാവ് എ ഫോർമാറ്റ് ഓർ എ സ്ട്രക്ചർ. So what is the structure? What is the structure of business letter? Like any formal letter, business letter also has to follow the formal letter pattern. എന്താണത്? അവിടെ നമ്മൾ ടേബിളിൽ കാണുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്ററിൻ്റെ തുടക്കത്തിൽ ഏറ്റവും മുകളിലായിട്ട് മാർജിനോട് ചേർന്ന് തന്നെ എഴുതാം. നിങ്ങൾക്ക് മാർജിനോട് ചേർന്ന് ഏറ്റവും അതായത് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് എഴുതേണ്ട വസ്തുതയാണ് സെൻഡേഴ്സ് ഇൻഫർമേഷൻ ഓർ ഫ്രം അഡ്രസ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. നെയിം, നമ്മുടെ പേര്, പൊസിഷൻ ഓർ ടൈറ്റിൽ, നമ്മുടെ ജോലിയുടെ പേര് അല്ലെങ്കിൽ തസ്തികയുടെ പേര്, ഡെസിഗ്നേഷൻ, ടൈറ്റിൽ ഓഫ് ദി ജോബ്. നെക്സ്റ്റ് കമ്പനി നെയിം, കമ്പനിയുടെ പേരുണ്ടെങ്കിൽ അത് വ്യക്തികളായിരിക്കുന്നത് കമ്പനിയുടെ പേരില്ല, അപ്പോൾ വീട്ടുപേരോ അങ്ങനെ വീട്ട് അഡ്രസ്സ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ഇവിടെ കമ്പനിയിൽ നിന്ന് അയക്കുന്നതാണ്, അപ്പോൾ കമ്പനിയുടെ പേര്, പിന്നെ കമ്പനിയുടെ അഡ്രസ്സ്, അതായത് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ്, പോസ്റ്റ് എവിടെയാണ് എന്നുള്ളത്, കോൺടാക്ട് ഇൻഫർമേഷൻ, ഫോൺ, ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങൾ. അതിനുശേഷം തൊട്ടടുത്തവയിൽ ഡേറ്റ് ആണ് ഉണ്ടാവേണ്ടത്. ദ ഡേറ്റ് ഓൺ വിച്ച് ദ ലെറ്റർ ഇസ് റിട്ടൺ. ഈ ലെറ്റർ എഴുതിയ തീയതിയാണ് എഴുതേണ്ടത്. അത് എഴുതുന്നതിന് പ്രത്യേക രീതിയുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ അക്കം എഴുതണം, അതായത് ദിവസത്തിൻ്റെ ഡേറ്റ് എഴുതണം, 02. പിന്നെ അടുത്തത് മാസത്തിൻ്റെ പേര്, നവംബർ. പിന്നെ അടുത്തത് അല്ലെങ്കിൽ ഡിസംബർ. പിന്നെ അടുത്തത് 2023, അതായത് 2024 എത്രയാണ് വർഷം, അത് ഇങ്ങനെ വേണം എഴുതാൻ വേണ്ടി. ഷോർട്ടായിട്ട് ഇവിടെ എഴുതരുത്. ഷോർട്ടായിട്ട് എഴുതുന്നതിന് വേറെ ലൊക്കേഷനിൽ എഴുതുക. ഫ്രമിന് ശേഷം ഫ്രമിന് താഴെ എഴുതുകയാണെങ്കിൽ ഈ രീതിയിൽ എഴുതുക. നെക്സ്റ്റ് തേർഡ് റെസിപ്പിയൻസ് ഇൻഫർമേഷൻ ആണ്, അതായത് ടു അഡ്രസ് ആണ്. അവിടെ വേണ്ടത് നെയിം, പൊസിഷൻ ഓർ ടൈറ്റിൽ, കമ്പനി നെയിം, അഡ്രസ്, കോൺടാക്ട് ഇൻഫർമേഷൻ, സെയിം കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ അത് നമ്മൾ എഴുതുന്നത് റിസീവ് ചെയ്യുന്ന ആർക്കാണോ ഇത് അയക്കുന്ന, ആരാണ് ഇത് സ്വീകരിക്കുന്നത്, സ്വീകർത്താവിൻ്റെ അഡ്രസ്സാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് സല്യൂട്ടേഷൻ ആണ്. ഒരു ഫോർമൽ ഗ്രീറ്റിംഗ് അല്ലെങ്കിൽ സർ, മാഡം അങ്ങനെയുള്ള ഡിയർ സർ, ഡിയർ മാഡം അങ്ങനെയുള്ള ഒരു ഗ്രീറ്റിംഗ് ഉപയോഗിക്കാം. അതിനുശേഷം ബോഡി ഓഫ് ഇമെയിൽ ആണ് വരുന്നത്. ഇതിന് ഈ സല്യൂട്ടേഷന് മുമ്പായിട്ടൊരു സബ്ജക്റ്റ് ലൈൻ പൊതുവിൽ കൊടുക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ സബ്ജക്റ്റ് ലൈൻ നമ്മൾ കൊടുക്കാറുണ്ട് ഫോർമൽ ലെറ്റേഴ്സിന്. അപ്പോൾ അവിടെ ഈ പറയുന്ന സല്യൂട്ടേഷന് മുകളിലായിട്ടാണ് നമ്മൾ സബ്ജക്റ്റ് ലൈൻ കൊടുക്കാറ്. ജസ്റ്റ് SUB എന്ന് ഷോർട്ടായിട്ട് എഴുതിയിട്ട് എന്താണ് ലെറ്ററിൻ്റെ സബ്ജക്റ്റ് എന്ന് എഴുതുക. റിക്വസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ ഓർഡർ ലെറ്റർ അങ്ങനെ ഉള്ള ഒറ്റ വരിയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ലെറ്ററിൻ്റെ തീം എന്താണെന്നോ അത് എഴുതുക. നെക്സ്റ്റ് ബോഡി ഓഫ് ഇമെയിൽ ആണ് ബോഡി ഓഫ് ദ ബിസിനസ് ലെറ്റർ ആണ് അടുത്തത് വരുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്ന ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെയിൻ കോണ്ടന്റ് ഓഫ് ദ ലെറ്റർ ഓർഗനൈസ്ഡ് ഇൻ ടു പാരഗ്രാഫ്സ് കൺവേയിങ് ദ മെസ്സേജ് ഓർ ഇൻഫർമേഷൻ ക്ലിയർലി ആൻഡ് കൺസൈസ്ലി. വളരെ വ്യക്തമായി ചുരുക്കിയിട്ടും പാരഗ്രാഫ്സിൽ വിശദീകരിക്കുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളടക്കമാണ് ഉദ്ദേശിക്കുന്നത്. കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ് അടുത്തത്. ഫോർമൽ ക്ലോസിംഗ് ഫ്രേസ് ബിഫോർ ദ സെൻഡേഴ്സ് സിഗ്നേച്ചർ. അയക്കുന്ന വ്യക്തിയുടെ ഒപ്പിന് മുകളിലായിട്ട്, ഒപ്പിന് മുൻപായിട്ട് എഴുതുന്ന യുവേഴ്സ് ട്രൂലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നുള്ള ആ ഒരു ക്ലോസിംഗ് ലൈന്. അതിനുശേഷമാണ് സിഗ്നേച്ചർ. അത് നമ്മൾ പാരമ്പര്യമായിട്ട് കൈ കൊണ്ട് ഒപ്പിടുന്ന രീതിയാണല്ലോ ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സെൻറ്ററിൻ്റെ പേര് ഓൾറെഡി മുകളിൽ എഴുതിയതുകൊണ്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ നിർബന്ധമില്ല. ഇനി എഴുതുന്നുണ്ടെങ്കിൽ സിഗ്നേച്ചറിൻ്റെ താഴെയായിട്ട് വേണം പേര് എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പഴയ ലെറ്ററിലൊക്കെ പ്ലേസ് ഡേറ്റ് എന്ന് എഴുതുമായിരുന്നു. ഓൾറെഡി നമ്മൾ പ്ലേസ് എഴുതിയിട്ടുണ്ട് ഫ്രമിൽ, അതുപോലെ തന്നെ ഡേറ്റും ഫ്രമിൻ്റെ താഴെ ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതേ ഫോർമാറ്റ് തന്നെ എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലൊരു ലെറ്റർ എഴുതാൻ പറഞ്ഞിട്ട് ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു തീം തന്ന് അതിൽ നിങ്ങളെ കൊണ്ട് ലെറ്റർ എഴുതിപ്പിക്കുന്ന തരത്തിലും ചോദിക്കാം. രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. 6 മാർക്കിന് അല്ലെങ്കിൽ 7 മാർക്കിനായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് ബി വെരി കെയർഫുൾ. നന്നായി ഈ ഫോർമാറ്റ് പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. അടുത്ത ടൈപ്സ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് ആണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ്, പ്രത്യേക ബിസിനസ് ലെറ്റേഴ്സിന് ചില പ്രത്യേക കാറ്റഗറികളുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, വ്യത്യസ്ത തരമുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്നാണ് ഓർഡർ ലെറ്റേഴ്സ്. ബിസിനസ് ലെറ്റർ ഫോർ പ്ലേസിങ് ആൻ ഓർഡർ. ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി അയക്കുന്ന ബിസിനസ് ലെറ്റർ ആണ്. ഓഫൻ റെഫർഡ് ടു ആസ് എ പർച്ചേസ് ഓർഡർ, PO ലെറ്റർ. പർച്ചേസ് ഓർഡർ ലെറ്റർ എന്നും വിളിക്കാറുണ്ട്. അതിന് ഇസ് എ ഫോർമൽ ഡോക്യുമെന്റ് യൂസ്ഡ് ബൈ എ ബയർ ടു കമ്മ്യൂണിക്കേറ്റ് ദർ ഇന്റൻഷൻ ടു പർച്ചേസ് ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം എ സെല്ലർ. ഒരു വിൽപ്പനക്കാരിൽ നിന്ന് അയാളുടെ സേവനങ്ങളോ അയാളുടെ ഉൽപ്പന്നങ്ങളോ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതാണ് PO എന്നറിയപ്പെടുന്ന പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഇറ്റ് സെർവ്സ് ആസ് എ റിട്ടൺ കൺഫർമേഷൻ ഓഫ് ദ ഡീറ്റെയിൽസ് ഡിസ്കസ് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ ഔട്ട്ലൈനിങ് ദ പ്രൊഡക്ട്സ് ഓർ സർവീസസ് ടു ബി പർച്ചേസ്ഡ്. ബയറും സെല്ലറും തമ്മിൽ മുൻപ് നടത്തിയിട്ടുള്ള ഒരു ആശയവിനിമയത്തിൻ്റെ
ആധികാരികമായ ഒരു റിട്ടേൺ രേഖയാണ്, എഴുതപ്പെട്ട രേഖയാണ് ഈ തരത്തിലുള്ള ഓർഡർ ലെറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി അതാണ് നമ്മുടെ നമ്മൾ ബയർ ആണെങ്കിൽ സെല്ലറുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും ഓൾറെഡി. അവരുടെ ഓഫേഴ്സ് ഒക്കെ നോക്കിയിട്ടുണ്ട്, അവരുടെ നോട്ടീസോ അല്ലെങ്കിൽ അവരുടെ പാംഫ്ലെറ്റ്സ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും, അവരുടെ കാറ്റലോഗ്സ് നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ കൊടുക്കുക. നമ്മൾ ഓർഡർ കൊടുക്കുന്നത് വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ അതിൽ കൃത്യമായി പരാമർശിച്ചിരിക്കും ഇന്ന വസ്തുവാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇത്ര GB റാം, ഇത്ര GB അതിൻ്റെ ഹാർഡ് ഡിസ്ക് വേണം, ഇന്ന പ്രോസസ്സർ ഇന്നതായിരിക്കണം. അങ്ങനെ വളരെ കൃത്യമായ സ്പെസിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടാവും ഈ ഓർഡർ ലെറ്ററിൽ. അതാണ് പറയുന്നത്. പിന്നെന്താണ്, ഇറ്റ് ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് ഡീറ്റെയിൽസ് സച്ച് ആസ് ദ സ്പെസിഫിക് ഐറ്റംസ് ഓർ സർവീസസ് റിക്വസ്റ്റഡ്, ക്വാണ്ടിറ്റീസ്, പ്രൈസസ്, പേയ്മെന്റ് ടേംസ് ആൻഡ് എനി അതർ റെലവൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നമ്മൾ ഈ പർച്ചേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. എപ്പോൾ പേയ്മെന്റ് കൊടുക്കും, എത്ര പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കും, എത്ര പിന്നീട് കൊടുക്കും, അതുപോലെ തന്നെ എത്ര എണ്ണം വേണം, ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ പ്രൈസ് എത്രയാണ് ലാസ്റ്റ് പറഞ്ഞത്, ഇതെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ആൻഡ് ഓർഡർ ലെറ്റർ ഹെൽപ്സ് ഫോർമലൈസ് ദ ബൈയിങ് പ്രോസസ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ വാങ്ങുന്ന ഈ പ്രക്രിയ, ഒരു സാധനം വാങ്ങുന്ന പ്രക്രിയയെ ഔപചാരികമാക്കുകയാണ്, ഫോർമലൈസ് ചെയ്യുകയാണ് ഈ ലെറ്റർ ചെയ്യുന്നത്. ആൻഡ് പ്രൊവൈഡ്സ് റിട്ടൺ റെക്കോർഡ് ഓഫ് ദ ട്രാൻസാക്ഷൻ. അതുപോലെ തന്നെ നമ്മൾ തമ്മിൽ ഈ സാമ്പത്തിക വിനിമയം നടത്തി എന്നുള്ളതിൻ്റെ ഒരു റിട്ടേൺ റെക്കോർഡ് കൂടിയാവുകയാണ് ഇത്തരത്തിലുള്ള ഓർഡർ ലെറ്റേഴ്സ്, എഴുതപ്പെട്ട ഒരു രേഖയാവുകയാണ്. റിപ്ലൈ ലെറ്റേഴ്സ് ആണ് അടുത്തത്. ഈ റിപ്ലൈ ലെറ്റർ നമുക്ക് ചോദ്യം വന്നിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക്. എൻറിച്ച് ഇംഗ്ലീഷിന് ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ റിപ്ലൈ ലെറ്റർ എന്നുള്ളത്. അപ്പോൾ അത് വാട്ട് ഈസ് എ റിപ്ലൈ ലെറ്റർ എന്നുള്ളതല്ല, യു ഹാവ് ടു റൈറ്റ് എ റിപ്ലൈ ലെറ്റർ. നമ്മളെ ഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് ഉപയോഗിച്ച് ആ തന്നിരിക്കുന്ന പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് ഇത് ചെയ്യുക എന്നുള്ളതായിരുന്നു ചോദ്യം. നമ്മളതിൻ്റെ ആൻസേഴ്സ് വേറൊരു വീഡിയോ വരുന്നുണ്ട്, അപ്പോൾ അന്നേരം നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് സി. എ റിപ്ലൈ ലെറ്റർ ഇസ് ദ സെല്ലേഴ്സ് റെസ്പോൺസ് ടു ദ ബയേഴ്സ് ഓർഡർ. ബയറിൻ്റെ ഓർഡറിന് സെല്ലറിൻ്റെ മറുപടിയാണ് റിപ്ലൈ ലെറ്റർ എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു സാധനം വാങ്ങാൻ ഉദ്ദേശിച്ച ആളാണ്, നിങ്ങളിൽ നിന്ന് ഞാൻ സാധനം വാങ്ങുന്നത്. അപ്പം നിങ്ങളാണ് എനിക്ക് റിപ്ലൈ ലെറ്റർ അയക്കേണ്ടത്, സാധനം കൊടുക്കുന്നയാൾ, സാധനം വിൽപ്പനക്കാരൻ. ഓക്കെ, ദിസ് ലെറ്റർ അക്നോളജസ് ദ റെസിപ്റ്റ് ഓഫ് ദി ഓർഡർ, കൺഫേംസ് ദ ഡീറ്റെയിൽസ് ആൻഡ് പ്രൊവൈഡ്സ് അഡീഷണൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദി ഓർഡർ. ഓർഡറുമായി ബന്ധപ്പെട്ട അഡീഷണൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ലഭ്യമാക്കുന്നുണ്ട് ഈ റിപ്ലൈ ലെറ്ററിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഓർഡർ നമുക്ക് കിട്ടി, അതുപോലെ തന്നെ അതിലെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കൺഫേംഡ് ആണ്, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയുള്ള വസ്തുതയാണ് നമ്മൾ തരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട് റിപ്ലൈ ലെറ്ററിൽ. അതായത് ഓൾറെഡി നമ്മൾ ബയർ എന്ന രീതിയിൽ ആവശ്യപ്പെട്ടതൊക്കെ തന്നെ നമുക്ക് നൽകുന്നുണ്ട് എന്ന് പറയണം വ്യക്തമായിട്ട്. അത് പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് പ്രൊവൈഡ്സ് അഡീഷണൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദി ഓർഡർ സച്ച് ആസ് എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ്സ് ഓർ എനി നെസസറി ക്ലാരിഫിക്കേഷൻസ്. ഡെലിവറി ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്ലൈ ലെറ്ററിൽ നൽകേണ്ടതാണ്. ഇപ്പോൾ ഇത്രയും റിപ്ലൈ ലെറ്റർ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വേണ്ടതെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്, ഇനിയും റിപ്പീറ്റ് ചെയ്യുമെന്ന് പറയുന്നില്ല, ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. എങ്കിലും നമുക്ക് അതിൻ്റെ എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് ചെക്ക് ചെയ്യാം, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. റിപ്ലൈ ലെറ്ററിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം, റെസിപ്റ്റ് ഓഫ് ദി ഓർഡർ ആണ് ഒന്നാമത്തെ. റെസിപ്റ്റ് ഓഫ് ദി ഓർഡർ, അതായത് ഐ റിസീവ്ഡ് യുവർ ഓർഡർ എന്നുള്ളത് പ്രത്യേകം പറയണം, മെൻഷൻ ചെയ്യണം. കൺഫേംസ് ദ ഡീറ്റെയിൽസ്, നമ്മൾ ആവശ്യപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ അവൈലബിൾ അല്ലെങ്കിൽ അല്ല, അത് കൺഫേം ചെയ്യണം. നമ്മൾ ആവശ്യപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അവർ മനസ്സിലാക്കി എന്നുള്ളത് കൺഫർമേഷനിൽ ഉൾപ്പെടുത്തണം. പിന്നെ പ്രൊവൈഡ്സ് അഡീഷണൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദി ഓർഡർ, എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ സച്ച് ആസ് എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ്സ് പറയണം, എപ്പോഴാണ് ഇത് ഡെലിവറി ചെയ്യാൻ പറ്റുക, നമ്മളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വ്യക്തത വരുത്തണമെങ്കിൽ അത് പറയണം. നെക്സ്റ്റ് ആണ് ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ ലെറ്റർ. Inviting quotations. A business quotation letter, often referred to as a quote letter or an invitation for quotation, is a formal document issued by a business in response to a request from another business or individual for pricing information on specific goods or services. കൊട്ടേഷന് വേണ്ടി ചോദിക്കുന്ന ലെറ്ററാണിത്. പ്രൈസിങ് ഇൻഫർമേഷൻ എന്ന് അതിൻ്റെ അർത്ഥം കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ. അതായത് ഒരു പ്രോഡക്റ്റ് നമുക്ക് വേണം, അപ്പോൾ അതിൻ്റെ പ്രൈസിങ് ഇൻഫർമേഷൻ എത്രയാണ്, എത്ര വില, അതിന് എത്ര ക്വാണ്ടിറ്റി നമ്മളെടുത്ത് എത്ര വിലയ്ക്ക് നിങ്ങൾ തരും എന്നൊക്കെയുള്ള ഒരു ബേസിക് പ്രൈസിങ് ഡീറ്റെയിൽ നമുക്ക് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ലെറ്ററാണ് ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ ലെറ്റർ. ദിസ് ലെറ്റർ സെർവ്സ് ആസ് എ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ടേംസ്, കണ്ടീഷൻസ് ആൻഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോഡക്ട്സ് ഓർ സർവീസസ് റിക്വസ്റ്റഡ്. ഇപ്പോൾ ഈ ഒരു ലെറ്റർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ വിൽപ്പനയുടെ അല്ലെങ്കിൽ വിൽക്കൽ വാങ്ങലിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ തന്നെ വ്യക്തമാക്കുന്ന ഒരു ലെറ്റർ കൂടിയാണ്. നമ്മൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ആ പ്രൊഡക്റ്റ് വാങ്ങണോ വേണ്ടയോ, ആ ഒരു ട്രാൻസാക്ഷൻ, ആ ഒരു ഡീല് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു സാധാരണ വ്യക്തി എന്ന നിലയിൽ, ഇൻഡിവിജ്വൽ എന്ന നിലയിലും പലപ്പോഴും ചില സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത്, ബൾക്കായിട്ടൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് കൊട്ടേഷൻസ്
എടുക്കാറുണ്ട് കടകളിൽ നിന്നൊക്കെ, ഷോപ്സിൽ നിന്നൊക്കെ. ഒരുപാട് പൈസയ്ക്ക് സാധനം വാങ്ങുമ്പോൾ പല ഷോപ്സിൽ കയറി കൊട്ടേഷൻ എടുക്കും. എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് കൊട്ടേഷൻ ഏതാണോ അവർക്കാണ് നമ്മൾ ഡീൽ കൊടുക്കുക. അവരുമായിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുക. അപ്പോൾ കൊട്ടേഷൻ ലെറ്റർ എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ഇൻവൈറ്റിംഗ് കൊട്ടേഷനാണ് ഇവിടെ പറയുന്നത്. നമ്മളൊരു ഇമെയിൽ അയച്ച് അല്ലെങ്കിൽ ലെറ്റർ അയച്ചുകൊണ്ട് അവരിൽ നിന്ന് കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു പോയിന്റിൽ. അപ്പോൾ അതായത് പല ഓർഗനൈസേഷൻസിനും ഒരുപാട് അവരുടെ ഫേർണിച്ചർ അതുപോലുള്ള ഇൻറ്റീരിയറിന് വേണ്ട കാര്യങ്ങൾ, ടെക്നിക്കൽ കാര്യങ്ങൾ, ഇലക്ട്രിക്കൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടി വരും ഏതൊരു ഓർഗനൈസേഷൻ ആയാലും. അപ്പോൾ അത്തരം കാര്യങ്ങൾ വാങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കൊട്ടേഷൻ ക്ഷണിക്കുന്നതിന് വേണ്ടി അയക്കുന്ന ലെറ്ററാണ് ഇത്. Sales invitation letters are അടുത്തത്. Sales invitation letters are written communication tools used by businesses to persuade potential customers or clients to purchase a product or service. അതായത് ഇത് എന്തിനു വേണ്ടിയാ സെയിൽസ് ഇൻവിറ്റേഷൻ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്? കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ക്ലയൻസിന് ഒരു പ്രത്യേക സർവീസ് വാങ്ങാൻ വേണ്ടിയിട്ട് അവർക്കൊരു ലെറ്റർ അയക്കുകയാണ്. അതായത് നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ഉണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, വാങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ലെറ്ററാണിത്. The primary goal of a sales letter is to generate interest, highlight the benefits of the product or service, and ultimately convince the recipient to take a specific action, such as making a purchase, requesting more information, or participating in a promotional offer. ഇപ്പോൾ നമ്മുടെ ക്ലയൻറ്റിനെ സംബന്ധിച്ച്, ബയറെ സംബന്ധിച്ച് അയാളെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റിയിലേക്ക് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് സെയിൽസ് ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അയാൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുക. ചിലപ്പോൾ പേർച്ചേസ് തന്നെ ആയിരിക്കാം, സാധനം വാങ്ങുക എന്നുള്ളത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ സാധനത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ചോദിക്കാം അയാൾ. ആ ഒരു ചോദ്യം തന്നെ ശരിക്കും വലിയൊരു ട്രാൻസാക്ഷൻ തുടക്കം കുറിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷണൽ ഓഫറിൽ, എന്തെങ്കിലും ഓഫർ സീസണൊക്കെ ആണെങ്കിൽ അതിൽ പങ്കെടുക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ ആവാം. ഇത്തരത്തിൽ കസ്റ്റമേഴ്സിനെ തങ്ങളുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷനിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ഒരു കമ്പനി സെയിൽസ് ഇൻവിറ്റേഷൻ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം ലെറ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ അതാണ്. ഇപ്പോൾ വി ഓൾറെഡി സ്റ്റഡീഡ് 4 different types, major types of business letters. Which are they? Once again, order letters, reply letters, inviting quotation letter, sales invitation letter. Inviting quotation, inviting sales രണ്ടും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ റിപ്ലൈ ലെറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്, ഓർഡർ ലെറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. ഓർഡർ ലെറ്റർ എന്ന് പറയുന്നത് ഞാനൊരു ബയറാണ്, ഞാൻ ഓർഡർ നൽകുകയാണ് സെല്ലറായ നിങ്ങൾക്ക്. റിപ്ലൈ ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ, സെല്ലറായ നിങ്ങൾ ബയറായ എനിക്ക് അയക്കുന്ന റിപ്ലൈ ആണ്, മറുപടിയാണ്. നിങ്ങൾ എൻ്റെ ഓർഡർ സ്വീകരിച്ചു, ഓർഡറിലുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട് അല്ലെങ്കിൽ ഇല്ല, ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളില്ല, എന്താണോ സിറ്റുവേഷൻ അത് പറയുന്ന ഒരു റിപ്ലൈ, മറുപടിയാണത്. ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ എന്ന് പറയുന്നത് ആസ് എ ബയർ ഐ വിൽ ബി ഇൻവൈറ്റിംഗ് ദ പ്രൈസിംഗ് ഡീറ്റെയിൽസ് ഫ്രം ദ സെല്ലർ regarding a particular product. Sales invitation letter means as an organization, if I have a product to sell, എനിക്കൊരു പ്രോഡക്റ്റ് വിൽക്കാനുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചുള്ളൊരു ഇമെയിൽ അയക്കും. എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ലെറ്റർ അയക്കും. എന്തിനു വേണ്ടിയാണ്? വ്യക്തികളെന്ന രീതിയിൽ, കൺസ്യൂമേഴ്സ് എന്ന രീതിയിൽ, ബയേഴ്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യും. അതിനെക്കുറിച്ച് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പാർട്ടിസിപ്പേഷൻ ആവശ്യമായ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം അവിടെ. ഇപ്പോൾ സെയിൽസ് ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെ ഉദ്ദേശം അതാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് റൈറ്റിംഗ് സർക്കുലേഴ്സ്, മെമ്മോസ്, അജൻഡാസ്, നോട്ടീസസ് എന്ന സെക്ഷനിലേക്കാണ്. എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതും ബിസിനസ് റൈറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ബിസിനസ് റൈറ്റിങ്ങിൻ്റെ, അതായത് ഫോർമൽ റൈറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഇവ ലെറ്റേഴ്സ് അല്ല, ഇവ മറ്റൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. അത് ഫോർമൽ രീതിയിലുള്ള റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ് ഇവ എന്ന് പറയാം. എന്താണെന്ന് നോക്കാം നമുക്ക്. വൈൽ വർക്കിംഗ് ഇൻ എ കമ്പനി, ഗവൺമെൻറ് ഓർ പ്രൈവറ്റ്, you will be dealing with notices, circulars and memos which are commonly used in various organizational settings such as businesses, schools, government offices and community groups. അപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അത് ഗവൺമെൻറ് ആയിക്കോട്ടെ പ്രൈവറ്റ് കമ്പനി ആയിക്കോട്ടെ, നോട്ടീസുകളുമായിട്ട്, സർക്കുലേഴ്സ് അല്ലെങ്കിൽ മെമ്മോസ്, ഇതൊക്കെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരും. പലപ്പോഴും വിച്ച് ആർ കോമൺലി യൂസ്ഡ് ഇൻ വേരിയസ് ഓർഗനൈസേഷണൽ സെറ്റിങ്സ്, പല സ്ഥാപനങ്ങളിലും, എല്ലാ സ്ഥാപനങ്ങളിലും തന്നെ ഇത് ഉപയോഗിക്കാറുണ്ട്. ബിസിനസ്സുകളിൽ ഉപയോഗിക്കും, സ്കൂളുകളിൽ ഉപയോഗിക്കും, ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ, അതുപോലെ മറ്റുള്ള സമൂഹങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. They serve as effective tools for disseminating information. Disseminating എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് എന്നർത്ഥം, കൈമാറ്റം ചെയ്യുക, വ്യാപിപ്പിക്കുക. അറിവിനെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷനെ
ധാരാളം പേരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസാണിവ. മെയിൻറ്റെയിനിങ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തെ നിലനിർത്തുന്ന ടൂൾസാണിവ. ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് കോർഡിനേഷൻ വിത്തിൻ ഓർഗനൈസേഷൻസ് ഓർ കമ്മ്യൂണിറ്റീസ്. സ്ഥാപനങ്ങൾക്കിടയിലോ സമൂഹങ്ങൾക്കിടയിലോ ഒക്കെ കമ്മ്യൂണിക്കേഷന് അല്ലെങ്കിൽ കോർഡിനേഷന്, പരസ്പരമുള്ള ഒരു ഒത്തുപോകലിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങളാണിവ അല്ലെങ്കിൽ ടൂൾസാണിവ. They help ensure that important messages are communicated clearly and efficiently to the intended audience. ഈ നമ്മൾ ഈ സർക്കുലേഴ്സ്, മെമ്മോസ്, അജൻഡാസ്, നോട്ടീസസ് എന്ന് പറഞ്ഞ ഈ മേഖല, ഈ പ്രത്യേക ഡോക്യുമെൻറ്റ്സ്, ഇവ നമ്മളെ സഹായിക്കുന്നുണ്ട് വ്യക്തമായിട്ട്, അതുപോലെ തന്നെ വളരെ ഫലപ്രദമായിട്ട് ആവശ്യമുള്ള വ്യക്തികളുടെ ഇടയിലേക്ക് മാത്രം ഒരു പ്രത്യേക കാര്യത്തെ എത്തിക്കുന്നതിന് വേണ്ടി, ഇൻറ്റൻഡഡ് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, പരക്കെ അറിയിക്കുക എന്നുള്ളതല്ല. അങ്ങനെ വ്യാപകമായ ഒരു വിവരം അറിയിക്കണമെങ്കിൽ ടെലിവിഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ് മതി, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ്. എന്നാൽ ഇതല്ല. ഇവിടെ നമ്മളൊരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഒരു പ്രത്യേക കാര്യം അറിയിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു പ്രത്യേക ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. അവരുടെ പാരൻസ് മീറ്റിംഗ് പ്രിൻസിപ്പൽ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിവരം അറിയിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു നോട്ടീസാണ് അയക്കുക. ആ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം അറിഞ്ഞാൽ മതി. സ്കൂൾ മുഴുവൻ അല്ലെങ്കിൽ കോളേജ് മുഴുവൻ അറിയേണ്ട ആവശ്യം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇത്തരത്തിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓർഗനൈസേഷൻ്റെ അതോറിറ്റി നൽകുന്ന ഇൻഫർമേഷൻ, ഇൻസ്ട്രക്ഷനൊക്കെ ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ചാണ് കൈമാറ്റം ചെയ്യുക. അതുപോലെ പ്രത്യേക കമ്മ്യൂണിറ്റീസിലേക്കും ഗ്രൂപ്പിലേക്കും ഒക്കെ പ്രത്യേകമായിട്ട് നമുക്കൊരു മെസ്സേജ് എത്തിക്കണമെങ്കിൽ ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫോക്കസ് ആണ് പ്രത്യേകത എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ്റെ. സർക്കുലേഴ്സ്, മെമ്മോസ്, അജൻഡാസ് ആൻഡ് നോട്ടീസസ്, ഓൾ ഓഫ് ദം ആർ സിമിലർ ഇൻ വൺ വേ, ആൻഡ് ദാറ്റ് ഈസ് they have a particular focus. They operate in order to communicate with a certain group of people, certain number of people, not globally, not for a larger audience. These are not made for a larger audience. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്കുലേഴ്സ് ആണ് ഒന്നാമത്തെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക്. സർക്കുലർ ഇസ് എ ഫോർമൽ റിട്ടൺ ഡോക്യുമെന്റ് issued by an organization, institution or government authority to disseminate information, convey instructions or communicate policies to a specific audience. ഇത് സൂചിപ്പിച്ചോൾ തന്നെ സ്പെസിഫിക് ആയ, കൃത്യമായ ഒരു ഓഡിയൻസിന് മുന്നിലേക്ക് ഒരു പ്രത്യേക വിവരം എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റാണ്, രേഖയാണ് സർക്കുലർ. അത് ഗവൺമെൻറ് ഉപയോഗിക്കാം, സാധാരണ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. Circulars are often distributed internally within an organization or externally to stakeholders such as employees, students, clients, customers, or the general public. ഈ സർക്കുലേഴ്സ് ഇന്റേണലായിട്ട് ഉപയോഗിക്കാം, സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഉപയോഗിക്കപ്പെടാം. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക്, അങ്ങനെ, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പുറത്തേക്ക്, ജോലിക്കാരിലേക്ക്, അല്ലെങ്കിൽ പുറത്തുള്ള വിദ്യാർത്ഥികളിലേക്ക്, ക്ലയൻസിലേക്ക്, കസ്റ്റമേഴ്സിലേക്കൊക്കെ, പൊതുജനങ്ങൾക്ക് വേണ്ടി ആണെങ്കിൽ അങ്ങനെ. They typically follow a standardized format and may be issued regularly or on as needed basis. അപ്പോൾ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം ഇത്, അല്ലെങ്കിൽ അത് റെഗുലർ ഇൻ്റർവെല്ലിൽ, കൃത്യമായ ഒരു കാലയളവിൽ ഇൻഫർമേഷൻ പുറത്തുവിടാൻ വേണ്ടിയും സർക്കുലേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാറുണ്ട്. The purpose of a circular is to pass an important information, updates, policies or announcements to a specific audience within an organization or community in a clear and efficient manner. Underline ചെയ്യുക. എന്താണ് ഒരു സർക്കുലറിൻ്റെ പേർപ്പസ് എന്ന് ചോദിച്ചേക്കാം. വാട്ട് ഈസ് എ സർക്കുലർ എന്നും ചോദിച്ചേക്കാം. 3 മാർക്കിനുള്ളൊരു ചോദ്യം ഇവിടെയുണ്ട്. വാട്ട് ഈസ് എ സർക്കുലർ. അപ്പോൾ അതുപോലെ തന്നെ മറന്നുപോയൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, എനിക്കിപ്പോൾ ഓർമ്മയില്ല. ടൈപ്സ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചില്ല. ഓർഡർ, ഇൻവിറ്റേഷൻ, റിപ്ലൈസ്, അതുപോലെ തന്നെ കൊട്ടേഷൻ. അത് തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. 6 മാർക്കിന് ചിലപ്പോൾ എഴുതാൻ ചോദിക്കാവുന്ന ഒരു സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. ഇനി തിരിച്ചു വരാം. സർക്കുലേഴ്സ് ഡെഫിനിഷൻ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഫസ്റ്റ് സെൻറ്റൻസ് ഉണ്ടല്ലോ, എ സർക്കുലർ ഇസ് എ ഫോർമൽ റിട്ടൺ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എൻ ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഗവൺമെൻറ് അതോറിറ്റി ടു ഡിസെമിനേറ്റ് ഇൻഫർമേഷൻ എന്നുള്ള ആ സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അത് ഡെഫിനിഷനാണ്. അടുത്തത് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. അതിൻ്റെ അത് സർക്കുലേഴ്സ് ആർ ഓഫൺ ഡിസ്ട്രിബ്യൂട്ടഡ് ഇന്റേണലി ഓർ എക്സ്റ്റേണലി. ഇന്റേണലിയും എക്സ്റ്റേണലിയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാം, വിതരണം ചെയ്യപ്പെടാം, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. ഓൾവേസ് നമുക്ക് ഇന്നതെന്ന് പറയാൻ പറ്റില്ല. ആവശ്യത്തിനനുസരിച്ചാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ വീക്ക്ലി ആവാം, അല്ലെങ്കിൽ റെഗുലർലി ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വൺസ് ഇൻ എ വൈൽ എന്താണോ ആവശ്യം വരുന്നത് അപ്പോഴാവാം. ഇനി
അടുത്തത് എന്താണ്, അതിൻ്റെ ഒരു ഫങ്ഷൻ, പേർപ്പസ് ആണ്, ലക്ഷ്യമാണ് പറയുന്നത്. പേർപ്പസ് ഓഫ് എ സർക്കുലർ ഇസ് ടു പാസ് ഓൺ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, അപ്ഡേറ്റ്സ്, പോളിസീസ് ഓർ അനൗൺസ്മെന്റ്സ് ടു എ സ്പെസിഫിക് ഓഡിയൻസ് വിത്തിൻ എൻ ഓർഗനൈസേഷൻ ഓർ കമ്മ്യൂണിറ്റി ഇൻ എ ക്ലിയർ ആൻഡ് എഫിഷ്യൻറ്റ് മാനർ. വളരെ വ്യക്തമായ രീതിയിൽ, വളരെ ഫലപ്രദമായ രീതിയിൽ ഒരു പ്രത്യേക കൂട്ടം ഓഡിയൻസിന് മുന്നിലേക്ക് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് എത്തിക്കുക എന്നുള്ളതാണ് ഈ സർക്കുലറിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അണ്ടർലൈൻ ചെയ്യുക. ഇനി ടൈപ്സ് ഓഫ് സർക്കുലേഴ്സ് നമ്മൾ പഠിക്കുന്നത്, ദീസ് ആർ ദ ഫോളോയിങ് ടൈപ്സ്: ഇന്റേണൽ സർക്കുലേഴ്സ്, എക്സ്റ്റേണൽ സർക്കുലേഴ്സ്. നമ്മൾ സൂചിപ്പിച്ചു ഓൾറെഡി. What are internal circulars? This kind of circulars used to announce a new business strategy, announce a competition, declare a change of address, organize a meeting, invite people, announce a change in the company name, and announce a social event. ഇതൊക്കെയാണ് ഇന്റേണൽ സർക്കുലറിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ. ദിസ് കൈൻഡ് ഓഫ് സർക്കുലർസ് യൂസ് ടു അനൗൺസ് ന്യൂ ബിസിനസ് സ്ട്രാറ്റജി. ഒരു പുതിയ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി, തന്ത്രങ്ങൾ അനൗൺസ് ചെയ്യാൻ ഉപയോഗിക്കാം. തൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, ഒരു ഓർഗനൈസേഷൻ്റെ ഹെഡിൽ നിന്ന് സർക്കുലർ പോകാം. അനൗൺസ് എ കോമ്പറ്റീഷൻ, നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു പ്രത്യേക മത്സരം നടക്കുന്നു എന്ന രീതിയിലുള്ള അനൗൺസ്മെൻറ്റ് സർക്കുലർ രീതിയിൽ വരാം. ഡിക്ലെയർ എ ചേഞ്ച് ഓഫ് അഡ്രസ്, ഏതെങ്കിലും അഡ്രസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് അഡ്രസ്സ് മാറി, അങ്ങനെയുള്ള. അതുപോലെ ഓർഗനൈസ് എ മീറ്റിംഗ്, ഇൻവൈറ്റ് പീപ്പിൾ, അനൗൺസ് ചേഞ്ച് ഇൻ ദ കമ്പനി നെയിം, കമ്പനിയുടെ പേര് മാറിയില്ല അതിനെ സർക്കുലർ എല്ലാവരും അറിയിക്കുന്ന രീതിയിൽ അതാവാം. അതിൻ്റെ ക്ലയൻസിൻ്റെ ഇടയിൽ ആ ഒരു പേര് അറിയിക്കാൻ വേണ്ടി സർക്കുലർ അവർ പുറപ്പെടുവിക്കാം. അതുപോലെ തന്നെ ഒരു പ്രത്യേക സോഷ്യൽ ഇവൻ്റ് നടക്കുകയാണ്, ഒരു പരിപാടി നടക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതും സർക്കുലർ രൂപത്തിൽ എല്ലാവരും അറിയിക്കാൻ ഓർഗനൈസേഷൻസ് ശ്രമിക്കും. എക്സ്റ്റേണൽ സർക്കുലേഴ്സ് ആണ് അടുത്തത്. എന്താണ് ഇത് നോക്കാം നമുക്ക്. ദിസ് കൈൻഡ് ഓഫ് സർക്കുലർ ഇസ് സെൻഡ് ടു ദോസ് ഔട്ട്സൈഡ് ദ കമ്പനി. കമ്പനിയുടെ പുറത്തുള്ളവർക്കാണ് ഇത് അയക്കുക. ഇറ്റ് ഈസ് യൂസ് ടു അനൗൺസ് എ ചേഞ്ച് ഓഫ് അഡ്രസ്, ചേഞ്ച് ഓഫ് നെയിം ഓഫ് ദ കമ്പനി, സോഷ്യൽ ആക്ടിവിറ്റീസ്, അക്വിസിഷൻ ഓഫ് ന്യൂ പ്രോഡക്ട്സ് ആൻഡ് എ ചേഞ്ച് ഓഫ് എ പ്രോഡക്ട്സ് പ്രൈസ്, കസ്റ്റമർ സർവീസ് ടേംസ് ആൻഡ് ഓർ പോളിസി. കമ്പനിയുടെ നയങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത്, പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും ഫീച്ചേഴ്സ് മാറിയിട്ടുണ്ടെങ്കിൽ അത്, പേര് മാറിയിട്ടുണ്ടെങ്കിൽ അത്, സോഷ്യൽ ആക്ടിവിറ്റീസ് പുതിയ നടക്കുന്നുണ്ടെങ്കിൽ അത്, പുതിയ പ്രൊഡക്റ്റിന് ഇവർ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത്, ഇങ്ങനെ കമ്പനിയുടെ പൊതുവിലുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ അത് തങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, തങ്ങളുടെ പുറത്തുള്ള തങ്ങളുടെ കസ്റ്റമേഴ്സിനെയൊക്കെ അറിയിക്കാൻ വേണ്ടി എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നു, എക്സ്റ്റേണൽ സർക്കുലേഴ്സ് ഉപയോഗിക്കുന്നു. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ഫോർമാറ്റ്. എങ്ങനെയാണ് ഇത് ഫോർമാറ്റ് ചെയ്യുക? ഫോർമാറ്റ് ഓഫ് എ സർക്കുലർ അവിടെ കൊടുത്തിട്ടുണ്ട്. സർക്കുലർ എന്ന മുകളിൽ ടൈറ്റിൽ കൊടുക്കുക. നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രലായിട്ട് ആ പേപ്പറിൻ്റെ സെൻട്രൽ പാർട്ടിൽ നടുക്കായിട്ട് സർക്കുലർ എന്ന് പേര് കൊടുത്ത് അണ്ടർലൈൻ ചെയ്ത് അതിൻ്റെ താഴെയായിട്ട് ഒരു ബോക്സ് നിങ്ങൾ വരയ്ക്കാം. ബോക്സ് വരയ്ക്കാതെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മാർജിനോട് ചേർന്ന് ഡേറ്റ് എഴുതുക. അതിൻ്റെ തൊട്ട് താഴെയായി സല്യൂട്ടേഷൻ. സല്യൂട്ടേഷൻ എഴുതണമെന്നില്ല, സർ എന്ന് എഴുതിയാൽ മതി. ഡേറ്റ് എന്ന് എഴുതണമെന്നില്ല, ഡേറ്റ് അങ്ങ് എഴുതിയാൽ മതി. ഡേറ്റ് ആയിട്ട് അക്കങ്ങളായിട്ടോ അക്ഷരത്തിലോ എഴുതിയാൽ മതി. അതായത് 02 ഡിസംബർ 2024 അല്ലെങ്കിൽ 02/12/2024 അങ്ങനെ എഴുതിയാൽ മതി. പിന്നെ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ് സർക്കുലറിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സ് മാറി, അത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ സർക്കുലർ അവർക്ക് വേണ്ടി എഴുതുമ്പോൾ ചേഞ്ച് ഓഫ് അഡ്രസ് എന്നാണ് സബ്ജക്റ്റ് കൊടുക്കേണ്ടത്. ഇനി ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2 ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ വിഷയം എന്താണ്. ചേഞ്ച് ഓഫ് അഡ്രസ് ആണെങ്കിൽ ഡിയർ ഇൻവെസ്റ്റർ, ഇറ്റ് ഈസ് ദിസ് സർക്കുലർ ഇസ് ഇഷ്യൂഡ് ടു ലെറ്റ് യു നോ ദാറ്റ് അവർ അഡ്രസ് ഇസ് ബീൻ ചേഞ്ച്ഡ് due to some reasons from the earlier address which is this to the present address which is this. ഇങ്ങനെ 2 പാരഗ്രാഫിലായിട്ട് ഡീറ്റെയിൽസ് എഴുതുക. ഇനി ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ ഒറ്റ പാരഗ്രാഫിൽ ഒതുക്കാം നമുക്ക്. പക്ഷേ പൊതുവിൽ പരീക്ഷാ ഉപയോഗങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് നീട്ടി എഴുതുക. കാരണം ഇതൊരു 7 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ് അടുത്തത്. അതായത് സിൻസിയർലി, ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ ഉപയോഗിക്കുക. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ലെറ്റർ അല്ല, അതുകൊണ്ട് സിൻസിയർലി ചുരുക്കി ഉപയോഗിച്ചാൽ മതി. നെക്സ്റ്റ് ആണ് സിഗ്നേച്ചർ ബ്ലോക്ക്. അവിടെ സ്റ്റാമ്പ്, സിഗ്നേച്ചറിൻ്റെ ഭാഗത്ത് സിഗ്നേച്ചർ ഇടാം, എന്നിട്ട് സ്റ്റാമ്പ് ചെയ്യാം, സീൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സീൽ അതായത് സ്റ്റാമ്പായിട്ട് തന്നെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഇനി സെൻഡേഴ്സ് നെയിം ആണ് തൊട്ട് താഴെയായിട്ട് വേണ്ടത്. അത് പ്രിൻ്റഡ് ആയിരിക്കും പൊതുവിൽ, നമ്മളെ സംബന്ധിച്ച് എഴുതേണ്ടി വരും. അതായത് സിൻസിയർലി കഴിഞ്ഞാൽ തൊട്ട് താഴെ സിഗ്നേച്ചറാണ്, അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ പേരാണ് എഴുതേണ്ടത്. പിന്നെ നമ്മുടെ ജോലിയുടെ ടൈറ്റിൽ, നമ്മുടെ സെൻഡേഴ്സ് പൊസിഷൻ, നമ്മൾ ആരാണ്, ജനറൽ മാനേജർ, CEO, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പൊസിഷൻ അത് എഴുതുക. അടുത്തത് എൻക്ലോഷേഴ്സ് എന്ന് എഴുതുക, അണ്ടർലൈൻ ചെയ്തിട്ട് 1, 2, 3. അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും എൻക്ലോസ് ചെയ്തിട്ടുണ്ടോ, ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ,
ഉണ്ടെങ്കിൽ എൻക്ലോഷേഴ്സ് എന്ന് എഴുതുക, ഒന്നുമില്ലെങ്കിൽ അത് എഴുതേണ്ടത് ഇല്ല. പരീക്ഷയ്ക്ക് എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ചേഞ്ച് ഓഫ് അഡ്രസ് ആണെങ്കിൽ എൻക്ലോഷേഴ്സ് എന്ന് വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് 1, 2, ഒന്നാമത്തത് ഡോക്യുമെന്റ് ഫ്രം ദ പോസ്റ്റ് ഓഫീസ്, രണ്ടാമത്തത് കോപ്പി ഫ്രം ദ പഞ്ചായത്ത്, അങ്ങനെ പഞ്ചായത്ത് ഡോക്യുമെന്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ വെക്കാം. നെക്സ്റ്റ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സർക്കുലറിനെ മറ്റൊരു രജിസ്റ്ററുമായിട്ടോ മറ്റേതെങ്കിലും ഒരു ഫയലുമായിട്ടോ ഒക്കെ ബന്ധിപ്പിക്കുന്ന നമ്പറാണ്. അവിടെ നമുക്ക് ഇനീഷ്യൽസ് ഉപയോഗിക്കാം, നമ്പേഴ്സ് ഉപയോഗിക്കാം, ഷോർട്ടൻ ചെയ്ത പേരുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ പൊസിഷൻ്റെ പേര് അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മളൊരു കോമ്പിനേഷനാണ്, ലെറ്റേഴ്സിൻ്റെയും അക്കങ്ങളുടെയും ഡേറ്റിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഉപയോഗിക്കുക പൊതുവിൽ. റെഫറൻസ് അനുസരിച്ച് നമ്മൾ രജിസ്റ്റേഴ്സ് നോട്ട് ചെയ്യും. ഇത്ര നമ്പർ സർക്കുലർ ഇന്ന് ഇത്രാം ഡേറ്റിൽ ഇത്രാം തീയതി ഇത്ര നമ്പർ സർക്കുലർ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നു എന്ന് രജിസ്റ്റേഴ്സിൽ നോട്ട് ചെയ്യാനുള്ള എളുപ്പം. അതുപോലെ തന്നെ ഫയൽ ചെയ്യുമ്പോൾ അതിന് നമ്പറിങ്ങിന് എളുപ്പം. ഇതിനൊക്കെയാണ് റെഫറൻസുകൾ പൊതുവെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ടാസ്ക് 2ലേക്കാണ് പോകുന്നത്. ടാസ്ക് 2ലേക്ക് പോയി കഴിഞ്ഞാൽ റൈറ്റ് എ സർക്കുലർ ആസ് ദി HR മാനേജർ ഇൻഫോമിങ് യുവർ കമ്പനീസ് എംപ്ലോയീസ് ദാറ്റ് എ ന്യൂ ജനറൽ മാനേജർ വിൽ ബി ജോയിനിങ് ദി ഓഫീസ്. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു സർക്കുലർ നിങ്ങൾ എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. ഈ സർക്കുലർ മോസ്റ്റ് പ്രോബബ്ലി 7 മാർക്കിന് 6 മാർക്കിന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ഇപ്പം നമ്മൾക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് പഠിച്ചാലോ? ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കിയാലോ? എന്താണ് ക്വസ്റ്റ്യൻ? റൈറ്റ് എ സർക്കുലർ, ഒരു സർക്കുലർ എഴുതുക ആസ് ദി HR മാനേജർ. നിങ്ങളാണ് അവിടെ എഴുതുന്നത്, നിങ്ങളാണ് HR മാനേജർ എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ വേണം എഴുതാൻ. എന്താ നിങ്ങളുടെ ടാസ്ക്? ഇൻഫോമിങ് യുവർ കമ്പനീസ് എംപ്ലോയീസ്, നിങ്ങളുടെ കമ്പനിയുടെ എംപ്ലോയീസിനെ അറിയിക്കുക, നിങ്ങളുടെ തൊഴിലാളികളെ അറിയിക്കുക. എന്താണ് അറിയിക്കേണ്ടത്? ദാറ്റ് എ ന്യൂ ജനറൽ മാനേജർ വിൽ ബി ജോയിനിങ് ദി ഓഫീസ്. ഒരു പുതിയ ജനറൽ മാനേജർ, ഒരു പുതിയ GM ഓഫീസിലേക്ക് വരുന്നുണ്ട്, ജോയിൻ ചേരുന്നുണ്ട്. ഇതാണ് നിങ്ങൾ അവരെ അറിയിക്കേണ്ടത്. അപ്പം ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമ്മൾ എഴുതേണ്ടത് ആസ് ദി HR മാനേജർ അല്ലേ? വ്യക്തമാണല്ലോ. എങ്ങനെയാണ് ഒരു HR മാനേജർ എന്ന രീതിയിൽ ഒരു സർക്കുലർ എഴുതുക? നമുക്ക് ആൻസർ ഒന്ന് ചെയ്തു നോക്കാം ഇപ്പോൾ തന്നെ. ഈ ആൻസർ നിങ്ങൾക്ക് ഇതേ ഫോർമാറ്റിൽ പരീക്ഷയ്ക്കും ഉപയോഗിക്കാവുന്നതാണെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നമുക്ക് ആൻസറിലേക്ക് പോകാം. നമുക്കിനി ഫോർമാറ്റിലേക്ക് കടക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെയാണ് ഫോർമാറ്റ് ഫൈനലി ആൻസർ ഉണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിക്കുക. സർക്കുലർ എന്ന മുകളിൽ ടൈറ്റിൽ കൊടുക്കുക, ഏകദേശം നടുക്കായിട്ട്, എന്നിട്ട് അണ്ടർലൈൻ ചെയ്ത് അടുത്ത വരിയിൽ എഴുതാൻ തുടങ്ങുക. ഡേറ്റ് എഴുതുക, December 2nd, 2024 അല്ലെങ്കിൽ 2nd December, രണ്ട് മുൻപിലും കൊണ്ടുവരാം. പിന്നെ സല്യൂട്ടേഷൻ, ഡിയർ എംപ്ലോയീസ്, ഡിയർ വാല്യൂഡ് എംപ്ലോയീസ്, ഡിയർ എംപ്ലോയീസ് എന്നൊക്കെ എഴുതാം. സബ്ജക്ട് ലൈന് അനൗൺസ്മെന്റ് ഓഫ് ന്യൂ ജനറൽ മാനേജർ. അടുത്തത് അതിൻ്റെ 2 പാരഗ്രാഫ്സ് ആണ്, നമ്മൾ ഉള്ളടക്കം എഴുതിയിരിക്കുകയാണ്. ഞാൻ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു കേൾക്കാം. I am pleased to announce the appointment of Mr. Daniel Thompson as our new general manager effective January 15, 2025. Mr. Thompson brings an impressive 18-year track record of leadership in corporate management, most recently serving as Senior Operations Director at Global Innovations Corporation. Mr. Thompson will be instrumental in driving our company's strategic vision and continuing our commitment to excellence and innovation. His extensive experience in organizational development and strategic planning will provide valuable insights to enhance our operational efficiency and workplace culture. We are confident that his leadership will propel our organization to new heights of success and growth. 2 പാരഗ്രാഫാണ് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് പാരഗ്രാഫിൽ വ്യക്തമായിട്ട് ഞാൻ സന്തോഷത്തോടെ അനൗൺസ് ചെയ്യുന്നു, എനിക്ക് അതിയായ സന്തോഷമുണ്ട് അനൗൺസ് ചെയ്യാൻ, ഇന്ന വ്യക്തി ജനറൽ മാനേജറായി പുതിയതായി ഇത്രാം തീയതി മുതൽ, ഇഫക്റ്റീവ് January 15, അതായത് ഇത്രാം തീയതി മുതലാണ് വരുന്നത്. വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും പറയുന്നത്, 18-year ട്രാക്ക് റെക്കോർഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച്, അതെങ്ങനെ നമ്മുടെ കമ്പനിക്ക് മുതൽക്കൂട്ടാവും എന്നതിനെക്കുറിച്ചാണ് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഇത് 2 പാരഗ്രാഫ് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇനി അടുത്തത് കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ്, സിൻസിയർലി. അടുത്തത് കമ്പനിയുടെ സ്റ്റാമ്പ്, കമ്പനിയുടെ പേര്, അതിൽ നമ്മുടെ കമ്പനിയുടെ സീല് കാര്യങ്ങളാണ്. അതിന് ശേഷം അവിടെ തന്നെ നമുക്ക് ഹാൻഡ് റിട്ടൺ ആകുമ്പോൾ ഒപ്പും ഇടാവുന്നതാണ്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് സാധിക്കാത്തത്. സിൻസിയർലി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒപ്പും ഇടാം. അതുപോലെ തന്നെ കമ്പനിയുടെ സീല് വെക്കാം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ പേര്, എമിലി റിച്ചർഡ്സൺ. അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത വരിയിലോ അല്ലെങ്കിൽ നേരെയോ ആയിട്ട് എഴുതാം. നമ്മുടെ ഫോർമാറ്റ് അനുസരിച്ച് തൊട്ടടുത്ത വരിയിലാണ് വേണ്ടത്. സെൻറ്റേഴ്സ് പൊസിഷൻ ഇവിടെ ഞാൻ നേരെ എഴുതിയെന്നേ ഉള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ് വേണ്ടത്.
ഇനി എൻക്ലോഷേഴ്സ് എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു സർക്കുലറിൻ്റെ കൂടെ ബയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പുതിയ ജനറൽ മാനേജറുടെ ബയോഗ്രഫിയുടെ അദ്ദേഹത്തിൻ്റെ ബയോ അത് കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ റെഫറൻസ് നമ്മൾ കുറച്ച് അക്കങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് HR/GM അപ്പോയിൻമെൻറ്റ് 2024-12 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരുപക്ഷെ ഇതൊരു ഫയലിലേക്ക് പോകുമായിരിക്കാം. ഫയലിലും മറ്റും ഇതേ നമ്പർ തന്നെ നമുക്ക്, അല്ലെങ്കിൽ ഈ സർക്കുലർ രജിസ്റ്റേഴ്സിൽ ഇങ്ങനെ ഒരു സർക്കുലർ കൊടുത്തിട്ടുണ്ട് എന്നൊരു രജിസ്റ്റർ ഉണ്ടെങ്കിൽ അതിലും ഇതേ നമ്പർ തന്നെ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം. അതിനു വേണ്ടിയാണ് റെഫറൻസ് എന്നുള്ള ഭാഗം അവിടെ ചേർക്കുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ കണ്ടല്ലോ എല്ലാവരും. ഈ ആൻസർ നിങ്ങൾക്ക് കൃത്യമായി വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. വരുന്ന പരീക്ഷയിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക് പഠിക്കാം. പക്ഷെ അതിന് മുമ്പായി നിങ്ങൾ ഈ ആൻസർ ഒന്ന് എഴുതി പഠിക്കുക, അതിൻ്റെ ഫോർമാറ്റ് ബൈ ഹാർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പഠനത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് മൂലം പഠിക്കാൻ സാധിക്കാത്ത, ഒരേ ഇരിപ്പിൽ കുറേ സമയം ഫോക്കസ് പഠിക്കാൻ സാധിക്കാത്തവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അത്തരക്കാർക്ക് വലിയൊരു ഉപകാരമായിരിക്കും. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഈ യൂണിറ്റിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മൊഡ്യൂളാണ് റൈറ്റിംഗ് എന്ന മൊഡ്യൂൾ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് ഒരിക്കൽ കൂടി കണ്ട് നോട്ട്സ് ഒരു ലെക്ചർ നോട്ട് പോലെ എഴുതിയെടുത്ത് പഠിക്കുമെന്ന് കരുതുകയാണ്. See you in the next class. Have a great day. Thank you so much. God bless you all. Bye-bye.